ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തനംതിട്ട കുറച്ചിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പ്രൊമോ റിവ്യൂട്ട് സാധാ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജലജയാണെങ്കിൽ ദേവയുടെ മനസ്സിലാണെങ്കിൽ ഓരോ വിഷവസ്തുക്കൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. കാരണം ഇതൊന്ന് നോക്കുകയാണെങ്കിൽ ഇന്നാണെങ്കിൽ നമ്മുടെ നവ്യക്കാണെങ്കിൽ ഇത് കുറെ എക്സസൈസ് ഒക്കെ ചെയ്തതിൻ്റെ ടയേർഡ് കാരണം പുള്ളിക്കാരത്തി അവിടെ തലറങ്ങി വിടുകയാണ്. ഈ ഒരു സമയത്താണെങ്കിൽ എല്ലാവരും നവ്യനെ പരിചരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കാരണം എല്ലാവരും കരുതിയേക്കാൻ നവ്യയുടെ വയറ്റിൽ കുഞ്ഞുണ്ട്, അതുകൊണ്ടായിരിക്കും അവൾക്ക് ഈ ക്ഷീണമൊക്കെ വന്നതാണ്. നമ്മുടെ മുത്തശ്ശനും പറയുന്നുണ്ട്, വസുന്ധര നീ കുറെ നാളായിട്ട് പറയുന്നില്ലായിരുന്നോ മോളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നിരുന്നത് ഇപ്പൊ കണ്ടിട്ടെന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ദേവയാനി കളിയാക്കാൻ എന്ന രീതിയോളം പറയുന്നുണ്ട്, അവൾക്ക് ഇവിടെ ഒരു അമ്മായിയമ്മയുണ്ട്, അവളുടെ കാര്യം പോലും നോക്കുന്നില്ല, പിന്നെ എങ്ങനെയാ, അതുമാത്രമല്ല സ്വന്തം ശരീരം നോക്കാതെ അവളോരോ പ്രവൃത്തി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവയാനിയെ കളിയാക്കാൻ വേണ്ടി ജലജ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചതിനെക്കാട്ടും 1000 ഇരട്ടിയായിട്ടല്ലേ ഏടത്തിയുടെ മകനെ സ്നേഹിച്ചത്. ഇപ്പം അവനെ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെ, അമ്മയാണോ അതോ ഭാര്യയാണോ എന്ന് പോലും അറിയത്തില്ലെന്ന് പറയുന്നത്. ഇത് കേട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ദേവയാനിയായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇനി ദേവയാനിക്ക് നമ്മുടെ നയനയോടുള്ള പക ഒന്നുകൂടെ കൂടത്തുള്ളൂ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ആദർശനാണെങ്കിൽ ഇപ്പം നയനേക്ക് വലിയ ഇഷ്ടമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അമ്മയുടെ മുമ്പിൽ അത് പ്രകടമാക്കാൻ മാത്രം നമ്മുടെ ആദർശന് പറ്റുന്നില്ല. അതിൽ ആ ഒരു ഡിഫറൻസ് എന്തിനാണ് ഇട്ടേക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അമ്മയോടും അവിടെ പിന്നെ ഭാര്യയോടും ഈക്വലായിട്ട് സ്നേഹപ്രകടനം നടത്തുന്നതിനും അല്ലെങ്കിൽ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ആദർശി ശ്രമിക്കുന്നില്ല. അമ്മ പറയുന്നത് എന്താണോ അത് മാത്രം അനുസരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ പോകുന്നത് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇവരെ നീക്കുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. രണ്ടുപേരുടെ ഇനി ഇതിൽ തുറന്നു പറച്ചിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സീരിയൽ കുറച്ചുകൂടെ മനോഹരമെന്നാണ് പ്രേക്ഷകർ കമന്റ് ചെയ്ത്. എന്തൊക്കെയാണ് നമുക്ക് കണ്ടു തന്നെ അറിയാം. വരും ദിവസങ്ങളിൽ എത്രത്തോളം സംഭവകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സീരിയലായിരിക്കും വരാൻ പോകുന്നത്. അപ്പം വരും ദിവസങ്ങളെ പത്തനംതിട്ട നഴ്സിന്റെ എല്ലാവരും എപ്പിസോഡ് പ്രൊമോ റിവ്യൂസും ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.